വല്ലാത്തൊരു മായിക ലോകമല്ല ശരിക്കും ലാലേട്ടൻ. നമുക്ക് കാണുമ്പോൾ തുടക്കത്തിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ഒരു സ്വപ്ന നായകനും ഒരുപാട് പാട്ടുകളൊക്കെ ചെയ്ത മോഹൻ ശർമ്മ എന്ന് പറഞ്ഞ ആൾ. അപ്പം ആളുടെ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് കണ്ടു കാണും. ലാലേട്ടനൊക്കെ സിനിമ വരുമ്പോഴും പുള്ളി ഒരു ഹീറോ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഐക്കണായിട്ടൊക്കെ നിന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ ഒരാൾ പോയി അദ്ദേഹത്തെ കാണാൻ പോവാണ്. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് അതാ പറയുന്ന ഒരു 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 മാജിക്കാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സിനിമ മാത്രമല്ല, അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നത് നമ്മൾ പറയാം കർമ്മഫലം എന്നൊക്കെ പറയും. അതിനെ ഒരു നമ്മളെത്രയും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വളരെ സങ്കടം തോന്നും. ഞാൻ പറയുന്ന ലാലേട്ടൻ ഞങ്ങളെയൊക്കെ വളരെ വിമർശനത്തോടെ കാണുന്നത് മാധ്യമങ്ങൾ ഇത്തരം അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ കാണാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇത്തരം ആളുകൾക്ക് സഹായമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഈ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അല്ലാതെയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അതിപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരെ അറിയിച്ചിട്ട് ചെയ്യാത്ത എത്രയോ പേരുണ്ടാവും. ഇപ്പം അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങൾ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നു എന്നൊക്കെയുള്ള വലിയ സൂപ്പർ ഹിറ്റ് ഫിലിംസൊക്കെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണ്. കുറേ കാലത്തിന് ശേഷം ആണ് ഞങ്ങൾ കുറേ കണ്ടിട്ട്. അല്ലാതെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചാണ്. ഇപ്പം ഞാൻ നെല്ലെന്നൊക്കെയുള്ള സിനിമ പെട്ടെന്ന് ആ സമയത്തൊക്കെ അന്ന് ഏറ്റവും ചട്ടക്കാരി. അതെ 3 സിനിമകളിൽ മാത്രം സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിരുന്ന ഒരു ആക്ടർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പോലും ഭയങ്കര ഒരു ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലാണ്. അല്ല, അത് ഒരുപാട് വേറെ ഇതിപ്പോൾ അറിഞ്ഞ കാര്യം അറിയാത്ത ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ഒരു ചതിക്കുഴികളെക്കുറിച്ചും അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതിനെക്കുറിച്ച് നമ്മൾ പൊട്ട് ഹോൾസ് എന്നല്ല, ചതിക്കുഴികളല്ല. അത് അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. അതെ അദ്ദേഹം പറയുന്നതാണ്. അതിലേക്ക് നയിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണല്ലോ ഒരാൾ ഡിറ്ററേറ്റ് ചെയ്ത് പോകാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലെങ്കിലും അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും. അപ്പോൾ അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് മനസ്സിലായി.